ഞാൻ അപ്പളേ പറഞ്ഞതാ മൊബൈൽ നോക്കി വണ്ടി ഓടിച്ചാ വീഴുന്നു. പറഞ്ഞാ കേക്കണ്ടേ? ആര്? ഞാൻ. ഓഹോ, കയ്യൊന്ന് ചെറുതായി മുറിഞ്ഞു. കഴിഞ്ഞ തവണ ഇവിടെ തന്നെയല്ലേ മുറിഞ്ഞ്? എന്നാലേ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെ അങ്ങ് നോക്കിയാൽ മതി കേട്ടോ. എന്നെ കൊണ്ടാവൂലോ ഇത് എപ്പോഴെപ്പോഴും. അതെ, ചമ്പി എഴുതുന്ന കാര്യ. ഓ അത് ശരി. വിട്ടോ. ഫോൺ എടുത്തിട്ട് അമ്മ അച്ഛതുവരെ ടാബ് കൊണ്ടുവന്നില്ലല്ലോ. അമ്മ ഒന്ന് വിളിച്ചു പറയൂ. നീ പറഞ്ഞാ കേൾക്കാത്ത ആളാണോ അമ്മ പറഞ്ഞാ കേൾക്കുന്നേ? എന്താ അമ്മ പ്ലീസ്? ഞാൻ ആ ഫോൺ എടുത്തു തരാം, അച്ഛനൊന്ന് വിളിച്ചു പറയും മോൻ കേട്ടോ. മോനെ പാട്ട് അച്ഛനെ വിളിക്കണല്ലേ? ഞാൻ കൊറേ കേട്ടതാ. പിന്നെ എന്തിനാ നമ്മൾ പിച്ചക്കാരൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? പോവാ. ഓന്റെ കുട്ടേട്ടാ, ആ വാതിലൊരു കുറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കടന്ന് കീറേണ്ട കാര്യമുണ്ടോ? പ്രിയേ പ്രണയിനി പ്രിയേ മാനസ പ്രിയേ പ്രണയിനി പ്രിയേ പ്രിയേ പ്രണയിനി മാനസ പ്രിയേ പ്രണയിനി പ്രിയേ പ്രദാസദായികനി പ്രിയേ പ്രണയിനി മാനസ പ്രിയേ പ്രണയിനി പ്രിയേ പ്രിയേ കണ്ണേ കരളെ നിന്നത്ത് മാമലയാടും ചിന്തത്ത് അറിയാടപ്പനി സുന്ദരിയാക്കും ഞാൻ, നിന്നെ സുന്ദരിയാക്കും ഞാൻ. പാട്ട് പാടുമ്പോ മാനസ പ്രിയേ പ്രണയിനി പ്രിയേ കുട്ടേട്ടാ, ഒരു സുനിൽകുമാർ വിളിച്ചിനെ. ഞാൻ കുളിക്കായിരുന്നു. നീ ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ. ഇങ്ങോട്ട് വിളിക്കല്ലേ, വീട്ടിലേക്ക് വിളിക്കണ്ട. ഓക്കെ, ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ദിവ്യ, ഞാൻ പോട്ടെ. ചായ കുടിക്കുന്നില്ലേ? വേണ്ടേ, ഞാൻ പുറത്തുനിന്ന് വിളിച്ചോളാം. ലേശം മീൻ വാങ്ങാൻ മറക്കല്ലേ? സദേവേട്ടാ, കട എപ്പോഴാ തുറക്കുന്നേ? മേഡം എങ്ങോട്ടാ വിളിച്ചേ? ഇത് റോങ് നമ്പർ ആണല്ലോ. ആണോ? ഓ സോറി കേട്ടോ, ഞാൻ സഹദേവേട്ടനാന്ന് കരുതി. ഓ
ശരി, ഓക്കെ. ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ സുനിതയാ. ഇത് കടവിലെ ഷോപ്പിന്നാ. ആ, ഓ, അപ്പൊ അവളാണ്. കടപ്പുറത്തുനിന്ന് കല്യാണം കഴിച്ചാ തകരാറ്. എപ്പ നോക്കിയാലും മീനേ മീനേ. എന്നാ വേണ്ട, വല്ല ബീഫോ ചിക്കനോ മട്ടനോ എന്തായാലും മതി. ഞാൻ മാത്രല്ലല്ലോ കൂട്ടേട്ടാ, മക്കളില്ലേ ഇവിടെ? എത്രയാന്ന് വെച്ചാ മുരിങ്ങാക്കോലും കടിച്ചു പിടിച്ച് കഴിയണേ. എടി ഇപ്പോഴത്തെ മീനൊന്നും കൂട്ടാൻ കൊള്ളൂലടി. ഓ പിന്നെ, ഈ ശവത്തിലിടുന്ന മരുന്നില്ലേ, എന്താ അതിന്റെ പേര്? സോമാലി. സോമാലി അല്ല, ചക്കോസ്ലോവാക്കിയ. എന്ത് പറഞ്ഞാലും ഉണ്ടാവും ഓരോരോ കാരണങ്ങള്. എന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ മീൻ കൂട്ടിയിട്ട് ചത്തുപോകല്ലേ. പൈസ, നിങ്ങളെ പൈസ പോകുന്നതിന് മാത്രമല്ലേ നിങ്ങക്ക് സങ്കടം? ഇതെവിടുന്നാ? ഞാൻ റിസർവ് ബാങ്ക് കൊള്ളയടിച്ചത്. അച്ഛൻ വന്നിരുന്നു ഇന്നലെ. ഓ, എന്നാൽ ആ ചൂണ്ടക്കാരനോട് കുറച്ച് മീൻ കൊണ്ടുവരാൻ പറഞ്ഞുകൂടായിരുന്നു? എന്തായാലും തിന്നു കുടിപ്പിച്ചേ പോകും. തിന്നു കുടിപ്പിക്കാൻ എന്തുണ്ട് അവിടെ ഉള്ളത്? എന്നെ കൊണ്ട് പറയിപ്പിക്കട്ടെ. എന്താ സ്ഥിതി? നേരെ ഉച്ചയില്ലേ, കച്ചവടം എന്തായോ? എന്നാ ശരി, ഞാനെന്നേ ബാങ്കിൽ പോയിട്ട് വരാം കേട്ടോ. ഹലോ, ഇല്ല, റെഡി ആയിട്ടുണ്ട്. കുട്ടേട്ടാ, സന്ദീപാ, 5 മിനിറ്റിനകം വരൂന്ന്. കുട്ടികളൊന്നും അങ്ങോട്ട് ആക്കി കൊടുക്കണേ. എടി എനിക്ക് ഷോപ്പ് തുറക്കണമെന്ന്. ഓ പിന്നെ, ഹൈപ്പർ മാർക്കറ്റ് അല്ലേ, ഓലെ കൊണ്ടുവിട്ടിട്ട് പോയാ മതി. ശരിയാടാ, ഇന്നെന്താ യൂണിഫോം വേണ്ടേ? ഇന്ന് ഗാന്ധി ജയന്തി അല്ലേ അച്ഛാ? ഓ, അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ അല്ലേ? അച്ഛന് ടാബ്ലറ്റ് ഒന്നും ഉണ്ടല്ലോ. നിനക്കെന്താ അസുഖം മോനെ? എനിക്ക് മൂലക്കുരു. ഓ, ഇങ്ങനെ അച്ഛൻ. അച്ഛാ, ഈ മണിക്കൂട്ടം പറയുന്ന മരുന്നൊന്നല്ല, റെഫറൻസിനൊക്കെ ഉപയോഗിക്കുന്ന ടാബാണ് അച്ഛാ. ഗെയിം കളിക്കാനല്ലേ കിട്ടിയത്? ആ എടാ, അല്ലേ നിന്റെ കാറൊന്ന് വേണം? ഇല്ലല്ല, ചെറിയൊരു പർച്ചേസ്, ഇത്രേ ഉള്ളൂ. ആ ആ, ഓക്കെ. അല്ല, മുതലാളിയൊന്നും വന്നില്ല? ഇല്ല, ഇപ്പൊ വരാ മതി. നിനക്ക് എന്റെ പിടി വന്നൂടെ അവളെ? അപ്പൊ വെറുതെ ആരാ? കടയിലേക്ക് ആള് വിളിച്ചു. ഞാൻ മോന്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോവാൻ വരുന്നില്ലേ? ഞാൻ പോന്ന പീടിയലാരാ? ഓ പിന്നെ ലുലുമാളല്ലേ. വെള്ളമാണോ? എനിക്ക് നിങ്ങളെ വെള്ളം ഒന്നും വേണ്ട. എന്നാ നീ കൊടുക്ക്, ഞാനൊരു സർവത്ത് കുടിച്ചിട്ട്. വേഗം വരണേ. ഓ,
നിങ്ങൾ എന്തെടുക്കേനെ? ഒരു വെള്ളം കുടിക്കാൻ ഇത്രയും നേരം വേണം? വെള്ളം കുടിക്കണ്ടടി. എനിക്ക് വീട്ടിൽ തുടങ്ങിയടെ. എന്നാ ഞാൻ പോയേ. നീ വിളിക്കട്ടോ. ആ. ഹലോ, ഇതാരാ? നീയോ? ഇതേതാടി നമ്പറ്? വേഗോ എവിടെ വെച്ചേ? മേശാനടിയിലോ? കിട്ടി. എനിക്ക് നേരെ ബോധമല്ലല്ലേ ഇപ്പോ? ഞാൻ വരുമ്പോ കൊണ്ടുവരാം. ഓക്കെ. ഏതാ പഴയ ബാഗാണല്ലോ. ഇവിടെ കള്ളി. നീ ആള് തിരക്കേടില്ലല്ലോ. ദിവ്യേ, ഇതൊക്കെ മറന്നുപോയി, സൂക്ഷിക്കണ്ടേ? നല്ല സമയം ചങ്ക് ഓടി പോകും. അല്ലേ, നമ്മളീ ബന്ധം വീട്ടുകാരെങ്കിലും അറിഞ്ഞ് പ്രശ്നമായ നമ്മൾ എന്താ ചെയ്യാ? നിങ്ങളെന്നെ കല്യാണം കഴിക്കുമോ? പിന്നെ ഞാൻ എന്നെ കൈവിടുമോ മോളെ? നിനക്ക് എന്നെ അറിഞ്ഞൂടെ? നിനക്ക് എന്നെ അത്ര വിശ്വാസമുള്ളൂ? എന്താ പറഞ്ഞു. ഇനിയിപ്പം ഇതെന്തെങ്കിലും പ്രശ്നമായി നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വീടിന്റെ മുമ്പിലെ മരത്തിന്റെ മുകളിൽ തൂങ്ങി. നമ്മളെ ചതിക്കല്ലേ? അതിന് മുന്നേ എൻ്റെ ഇവിടെ എന്നെ കൊല്ലും. അല്ല, എന്താ നിങ്ങൾ പറഞ്ഞേ? അല്ല, ഞാൻ നിന്നെ ചതിക്കോ? ഞാനല്ലേ, നീ എൻ്റെ കരളല്ലേ? അതാ ഞാൻ പറഞ്ഞു. தம்பி எப்படி இருக்கு? சௌக்கியமா இருக்கா? எவ்வளோ பிஜு നമ്മളെ ഡാം. എന്നാ പിന്നെ തമ്പുരാന്ന് വിളിക്കാടാ. ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഡാന്നാ. പിന്നെ ചാണകത്തിലെ ക്രിമിയെ പേടിക്കാനോ? അപ്പോഴേ പറഞ്ഞതല്ലോ ആവശ്യമില്ലാത്ത പരിപാടി. അത് ശരി. സത്യം കരളി. കരളി അല്ലടാ, കളരി. അയ്യോ, ഇതിനും വലിയ കരളി കണ്ടവനാണ് ഞാൻ. സോറി, തെറ്റിപ്പോയി. കരളി കണ്ടവനാണ് ഞാൻ. ഓതിര ഘടകം നേരെ ഇടത്തോട്ട് പറഞ്ഞ് വലത്തോട്ട് അമർന്ന് പിടിക്കണ.
എന്ത് സാധനമാണോ വാങ്ങി അടിച്ചത്? നീ എന്താ സെപ്റ്റി ടാങ്ക് എടുത്തിട്ട് അടിച്ചേ? മദ്യത്തിന്റെ കുറ്റം പറയണോടാ റാസ്കൽ. ഇതിന് മദ്യം എന്നാടാ പറയാ? എന്താ പ്രശ്നം എടാ? നിന്നോട് ചോദിച്ചാ എന്താ പ്രശ്നം? എടാ സത്യം എന്താ പ്രശ്നം പറ. എടാ ഹരീഷ എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല കേട്ടോ. സൈതേട്ടാ, ഈ ബ്ലഡി റാസ്കൽ ഇവിടെ ഇവിടെ നിന്ന് ഗുണഘോഷം പഠിപ്പിക്കുക. ഗുണഘോഷ്ടോ? ആന്ന് സൈതേട്ടാ, മറ്റേ പരിപാടി എന്ത് നാട്ടാടത്? സൈതേട്ടാ, നമ്മളെപ്പോലെ മാന്യന്മാര് വിശ്രമിക്കുന്ന പതിവ്രതയാ സ്ഥലത്ത് ഡിങ്കോൾഫി കല്ലും കുടിച്ച് ചേറ്റവർത്താനം പറയുന്നോ? കാൺട്രി ഫലം സ്റ്റൂപ്പിഡ്. ആശാരിയിൽ നിന്ന് അരി മേടിച്ചിട്ട് ഇംഗ്ലീഷോ? എടാ വീട്ടിൽ പോടാ. വീട്ടിൽ പോ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ പോടാ. ഡാടാ നിന്നോട് പറഞ്ഞ വീട്ടിൽ പോവാൻ. വെള്ളം അടിച്ച തുടങ്ങി നാറി. ഇവരിവിടെ ഇവിടുന്ന് അടിച്ചു വരി കൊണ്ടുവന്നാ സൈതേട്ടാ. അതിന് നിനക്കെന്താടാ? അല്ലെങ്കിൽ ഇതൊക്കെ നോക്കാൻ ഈ ആരാ? സാറേ ഇവര് മൂന്നാളും നല്ല ഫോമിലാ. പറഞ്ഞ് ഞങ്ങൾ മടുത്തു. അവർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് പറയാം. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. ഐ ഡെഫിനറ്റ്ലി കംപ്ലൈന്റ്. സോറി സാറേ, വെള്ളത്തിന്റെ പുറത്തല്ലേ, ഒരു വട്ടം ക്ഷമിച്ചു. ഇതിന് വെള്ളം എന്നാ പറയാ? മാണത്തോട് ഛർദ്ദിക്കാൻ മറിക്കുന്നു. ഓ ഇത്തവണത്തേക്ക് ക്ഷമിച്ചാളി സാറേ. ചെക്കന്മാരൊക്കെ പാവങ്ങളാ. ദിസ് ബുൾഷിറ്റ്. പാവോ? ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. നീ പ്രഭാകരനെ വിളി. എടി നമ്മളെ CI പ്രഭാരേട്ടൻ. അല്ലെങ്കിൽ വേണ്ട, നീ ഇത് പിടിക്ക്, ഞാൻ വിളിച്ചോളാം. ആരെയും മിസ്യൂസ് ചെയ്യരുത്. ക്യാച്ച് ദിസ് കേസ്. ഐ കോൾ. അല്ല കുട്ടേട്ടാ, നമുക്ക് ലൈവ് വിട്ടാലോ? വേണ്ട അത് വിടണ്ട. അത് താങ്ങാനുള്ള ശേഷി ഇവന്മാർക്കില്ല. ഇവരെ എല്ലാവരും എനിക്ക് കോടതി കയറ്റണം. ഐ സോ യു മാൻ, ഐ സോ യു. ഓക്കെ, എല്ലാവരും എടുത്തില്ലേ? എന്നാ വാ, നമുക്ക് പോവാം. സാറ് ഇവർക്ക് ഒരു കയ്യബദ്ധം. അബദ്ധോ? മുഖത്തടിക്കാൻ ശ്രമിക്കുന്നതാണോ അബദ്ധം? സ്ത്രീകളുടെ ബ്ലൗസ് വലിച്ചു കീറുന്നതാണോ അബദ്ധം? അതിന് അവരെ ബ്ലൗസ് ഒന്നും കീറിയിട്ടില്ലല്ലോ സാറേ. അത് ഞങ്ങൾ കീറിക്കോളാം. ഈ സാറ് എവിടെ പോയി കിടക്കുക? എല്ലാ സ്ഥലത്തും ഉണ്ടോ ഓരോ സദാചാരത്തണ്ടികൾ. ഹലോ സാറേ, ഞാനാ PT കുട്ടി. പട്ടിക്കുട്ടിയോ? അയ്യോ സാറേ, പട്ടിക്കുട്ടിയല്ല, PT കുട്ടി. PT പറയരുതോടി കൃഷ്ണൻകുട്ടി. ആരോട് പറയരുത്? പോടാ പട്ടി. അത് അച്ഛനല്ല, ഞാനാ PT കുട്ടി. സാർ മീറ്റിങ്ങിലാണല്ലേ? അത് ശരി. അതേടാ, ഞാൻ മീറ്റിംഗിലാ. മീറ്റിംഗ് ഈസ് ദ ഓവർ. എന്നാ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, കുറേ പറയാനുണ്ട്. നിന്റെ അച്ഛനോട് പോയി പറയടാ തെണ്ടി. നോ സാർ, വേണ്ട സാറും കൂടെ വരുമൊന്നും വേണ്ട. വൈകുന്നേരം നമുക്ക് ക്ലബിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ. സ്ത്രീയെ കയ്യേറ്റം ചെയ്താളുടെ ഭവിഷ്യത്ത് എന്താണെന്ന് ഇവന്മാർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. സിനിമകളെ നമുക്ക് പോവാം. ആലോചിച്ച് തീരുമാനം എടുത്താൽ പോരെ? നോ നത്തിണ്ട് പോയി. ഇതൊന്നും ഒരു നടക്ക് പോകുന്നു തോന്നില്ല കേട്ടോ. നീ വരാനുള്ള എന്താണ്? എടാ നീ അവരെ നോക്കിക്കൊള്ളേ, ഞാൻ ഇപ്പൊ വരാം. സംസാരിക്കും. പെണ്ണുങ്ങളെ കൈവച്ച കേസാ. പെടുവോ? സാറേ പാവങ്ങളാ സാറേ, ഒരു അവസരം കൊടുത്തു. നോട്ട് എക്സ്ക്യൂസ് മീ, ഐ കംപ്ലൈൻറ്റ് ഇറ്റ്. ഇക്കണക്കിന് എന്നെ പോലെ മാന്യന്മാരായ ആളുകൾ ഫാമിലി ആയിട്ട് എങ്ങനെ ഇവിടെ വരും? യു നോ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ബ്ലഡി അൺസാക്കബിൾ ലൂസ് മോഷൻ ഫെലോസ്. മേഡം ഹസ്ബൻഡിനോടൊന്ന് സംസാരിക്കുക. വേണ്ട കുട്ടേട്ടാ, വിട്ടാണ്. എന്തേ വേണ്ടേ? എന്നാലേ വൺ മോർ കണ്ടീഷൻ, ആ ബുൾഷിറ്റ് എൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറയണം. സാറേ മാപ്പ് ഞാൻ പറപ്പിച്ചോളാം, അത് ഞാൻ ഏറ്റു, അക്കാര്യം ഞാൻ ഏറ്റു. നാളെ രാവിലെ 9 മണിക്ക് മുന്നേ എന്നെ വിളിച്ച് മാപ്പ് പറഞ്ഞിരിക്കണം. ചലഞ്ച്. പ്ലീസ് നോട്ട് യുവർ നമ്പർ 9647. സാർ ആ പേരും കൊടുക്കുന്നു പറഞ്ഞേ. ഐ എം PT കുട്ടി, ബിസിനസ്മാനാണ്. എന്താ
എന്തായി ചേട്ടാ കാര്യങ്ങൾ? എന്താ സ്ഥിതി? ഒന്നും പറയാനില്ല. ഒരു വിധം പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചു. ഇവരെ കൊണ്ട് മാപ്പ് പറയിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ആ ഇത് ഞാനാണേ. പാർക്കുന്നേ സജിത്തും രവിയാണ്. പാർക്കോ? അത് ഇന്നലെ പാർക്കുന്ന നിങ്ങൾ അടിച്ചില്ലേ, ആ സത്യനും ശ്രീധരനും. അടിക്കേ? ഇത്ര പെട്ടെന്ന് മറന്നോ? ആ നിങ്ങൾ ഇന്നലെ പാർക്കിൽ വന്നപ്പോ വെള്ളം അടിച്ച് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ഞാൻ ഇന്നലെ എവിടെയും പോയില്ലല്ലോ. ആള് പറയാൻ തോന്നുന്നു. ഹലോ, ഈ നമ്പർ തന്നെയല്ലേ? അതെ. ഹലോ. ആ നിങ്ങളുടെ ഭർത്താവിന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നല്ലേ? അതെ. നിങ്ങൾ അഡ്രസ് ഒന്ന് പറയാൻ പറ്റുമോ ഒന്നുകൂടെ? കൃഷ്ണൻകുട്ടി PT, കുറ്റിക്കടവ്. ആ കുറ്റിക്കടവല്ലേ? കുറ്റിക്കടവ് പാലത്തിന്റെ തൊട്ടടുത്താണ്. ആ എന്നാ ശരി, ഞങ്ങൾ അങ്ങോട്ട് വരാം. നേരിട്ട് പറയാം. ശരി ശരി, ഓക്കെ. ഇതെങ്ങനെയായി ബംഗാളീസൊക്കെ എടുക്കല്? അവരൊന്നും എടുത്താ പോരല്ലോ. കുണ്ടി പാടാളായി. ദിവ്യേ, ഗ്ലാസ് വെള്ളം നോക്കട്ടെ. കുട്ടേട്ടാ, ആ ഒരു ഫോൺ ഉണ്ടായിരുന്നേ. ഫോണോ? ആരാ? ആർക്കറിയാം, ഒരു സത്യനോ ശ്രീധരനോ. നമ്മളിന്നലെ പാർക്കിൽ പോയിരുന്നത്രേ. പാർക്കോ? ഏത് പാർക്ക്? ആർക്കറിയാം, അവരിങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടുത്തെ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീ എന്തിനാ കണ്ട റെഡിയാളൊക്കെ അഡ്രസ് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നേ? കുട്ടേട്ടനെ അറിയുന്ന ആൾക്കാരാ. നീ വേണം ചായ എടുക്കും, എനിക്ക് അങ്ങാടി പോണം. ആ ഇപ്പൊ എടുക്കാം. ദിവ്യേ, എനിക്ക് ചായ വേണ്ട, ഞാൻ പീടിയെന്ന് കൊടുത്തോളാം. എന്താ പെട്ടെന്നൊരു തിരക്ക്? ചായ ആയതാ? അത് പിന്നെ ടൗണിൽ പോകണ്ടടി. ചായ കുറച്ച് നേരത്തെ ഉണ്ടാക്കി. എന്താ എനിക്ക്? ഞാനിവിടെ വെറുതെ ഇരിക്കല്ലേ, ആവുന്ന രീതിയിൽ എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞ കുട്ടിയുടെ കേൾക്കാറുണ്ടോ? അല്ല, നിനക്ക് എന്താ ഇത്ര മല മറിക്കണ പണി ഇവിടെ? മുറ്റവും പോലെ അടിച്ചു വരണം, അലക്കണം, മക്കളെ സ്കൂളിൽ വിടണം, ഭക്ഷണം ഉണ്ടാക്കണം. ഇതൊക്കെ ഞാനാ ചെയ്യണ്ടേ. ഞാനൊന്നും പറഞ്ഞില്ല. നീ ചായ എടുക്കാൻ നോക്ക്. ചായ ആയില്ലടി, ഒന്ന് വേറെ നോക്കടി. ഓ ഇപ്പൊ തരാ, എടുക്കുക. ആരാ? സാറേ നമസ്കാരം, ഞാൻ എയർടെൽ നിന്നായിരുന്നു. സാറേ ഞങ്ങൾ എയർടെലിലെ പുതിയ പ്രൊമോഷൻ ഓഫേഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നായിരുന്നു. സാറിന്റെ സിം കാർഡ് ഏതാ? സിമ്മോ? ഓ സിമ്മ് ഇവിടെ ഉള്ള റേഞ്ച് തന്നെ പോയി കിടക്കുക. നിങ്ങൾ പോയിക്കോളി, ദേശം തിരക്കുണ്ട്. ഓക്കെ ബൈ. എന്ത് മനസ്സിലായി? ഞങ്ങൾ വൈകിപ്പോയോ? ഇല്ലല്ല, കറക്റ്റ് സമയത്ത് തന്നെ വന്ന്. വേഗം മാപ്പ് പറഞ്ഞു വെക്കോളി. ഇല്ല, ഞാൻ മാപ്പ് വന്നിരിക്കുന്നു. വെക്കോളി. അല്ല, നിങ്ങളെ ഭാര്യ എവിടെ പോയി? അവിടെ അടുക്കള തിരക്കട്ടെ, ജോലിയില്ല. തിരക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്കാ. അപ്പൊ ഇത് സിസ്റ്റർ ആയിരിക്കൂലേ? ഇത് എന്റെ ഭാര്യ ദിവ്യ.
അപ്പൊ ഇന്നലെ പാർക്കിൽ കണ്ട ഭാര്യ? പാർക്കോ? ഏത് പാർക്ക്? ഓ അത് എൻ്റെ ഫ്രണ്ടിന്റെ ഭാര്യ ആന. ആനയോ? ഓഹോ സോറി, ആനയല്ല, ആനി സബാഷൻ. ഏത് ഫ്രണ്ടിന്റെ വൈഫാ? നിനക്ക് ഏതൊക്കെ ഫ്രണ്ടിനെ അറിയാം? സത്യം പറ കുട്ടേട്ടാ, നിങ്ങൾ ഇന്നലെ ഏത് പാർക്കിലാ പോയത്? മേനോ പാർക്കിൽ. വെറുതെ പോയതാ? വെറുതെ പോകേ? അല്ല, പഴയ ഫ്രണ്ട്സുമായിട്ട് പോയതാ. നിങ്ങളുടെ ഫ്രണ്ടിന്റെ പേരെന്താ? അത് പിന്നെ സബാഷൻ പറഞ്ഞേ. ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ ഒരു സെബാസ്റ്റ്യനെ പറ്റി. കേൾക്കാൻ വഴിയില്ല. അത് പിന്നെ പഴയ ക്ലാസ്മേറ്റാ. അവന്റെ വൈഫിന്റെ പേര് പറഞ്ഞപ്പോ ഇവര് തെറ്റിദ്ധരിച്ചു അല്ലേ? അല്ല, ഫ്രണ്ട് ഇല്ലാത്ത സമയത്ത് മടിയിൽ തലയും വെച്ച് കിടക്കലാണോ ഫ്രണ്ട്ഷിപ്പ്? മടിയിൽ തല വെക്ക്? ആര് തല വെച്ച്? ഇവര് പറഞ്ഞല്ലോ. അല്ല ചങ്ങായി, ഇവർക്കല്ല ബോധം ഉണ്ടായിരുന്നു ഇന്നലെ. അല്ലെങ്കിൽ തന്നെ തല വെക്കാൻ അവളെന്താ റെയിൽപാളോ? നിങ്ങളെന്താ കുടുംബം കലക്കാൻ വന്നാ? ഉരുണ്ട് കളിക്കല്ലേ കുട്ടേട്ടാ? എടി, ഞാൻ അവിടെ വെറുതെ പോയതായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് സെബാസ്റ്റ്യന്റെ വൈഫിനെ കണ്ടതാ. സ്വാഭാവികമായിട്ട് കണ്ടല്ലേ? അല്ല, കണ്ടപ്പോ ഞങ്ങൾ സ്വാഭാവികമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോഴായി 3 തണ്ടികളും കൂടെ കള്ളും കുടിച്ചു വന്ന് ഇല്ലാത്ത പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞത് സ്വഭാവത്തോടെ നാളെ വന്ന് മാപ്പ് പറഞ്ഞാൽ മതിയെന്ന്. അല്ലേ? ചോദിച്ചോക്ക്. ഇതാണോ ആനി? ആ, ഇത് തന്നെയാണല്ലോ. ആ ഇത് തന്നെ. എവിടെ നോക്കട്ടെ. ഇത് സുനിതയല്ലേ, എന്റെ ഷോപ്പിന്റെ അപ്പുറത്തുള്ള? ഇതെങ്ങനെ നിനക്ക് കിട്ടി? സുനിതയല്ലല്ലോ, സുനിൽകുമാർ അല്ലേ? അത് പിന്നെ എഴുതിയപ്പോ ഇതെങ്ങനെയാ നിനക്ക് കിട്ടിയേ? അതെങ്ങനെയല്ലോ ആവട്ടെ. അപ്പൊ ഇതിലാരെ യഥാർത്ഥ ഭാര്യ? ഈശ്വരാ, എടാ ഈ ഭാര്യ അല്ലടാ ആ ഭാര്യ, ആ ഭാര്യ അല്ലടാ ഈ ഭാര്യ. ഒന്ന് പോയി താട പാരത്തണ്ടികളെ. ഞാനൊരു പൊട്ടത്തെയാണെന്ന് നിങ്ങൾ കരുതിയില്ലേ? ഞാനെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഉരുണ്ട് കളിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കാര്യമില്ലല്ലോ. എല്ലാം അറിഞ്ഞിട്ടും ഞാനിതുവരെ എല്ലാം ഉള്ളിൽ ഒതുക്കി മിണ്ടാതെ നിന്നതേ അതുകൊണ്ടാ. ഇതിപ്പോ ദയവായിട്ടാ എനിക്കിങ്ങനെ ഒന്ന് കൊണ്ടു തന്നത്. എന്തുകൊണ്ട് തന്നോന്നാ ദിവ്യേ? ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് കരുതി കുറെ കാലമായി ഞാൻ ഇത് ക്ഷമിക്കുന്നു. ഇനി എന്നെ കൊണ്ട് വയ്യ. നീ എന്തൊക്കെയാ ദിവ്യ പറയണേ? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല. തൊട്ടടുത്ത പീടിയാണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളാ. സുഹൃത്ത് ബന്ധം പുതുക്കാനായിരിക്കൂലേ പാർക്കിൽ പോയത്? എടീ, ആ പാർക്കിന്റെ അപ്പുറത്ത് അവളുടെ ഒരു തറവാടുള്ളത്. അത് വിൽക്കാൻ എന്നെ ഏൽപ്പിച്ചത്. അതിന് നല്ല വില കിട്ടും, അതുകൊണ്ടാ. ഇനി അതും ഞാൻ വിശ്വസിക്കണായിരിക്കൂലേ? ഞാൻ ഫോൺ തരാം, അവളോടൊന്ന് വിളിച്ചു ചോദിച്ചു നോക്ക്. അങ്ങനെയാണെങ്കിൽ എന്തിനാ എല്ലാം എന്നോട് മറച്ചു വെച്ചത്? ഞാനൊരു ബിസിനസ്സുകാരനാണ്, പലരുമായിട്ട് സംസാരിക്കേണ്ടി വരും. ഇതൊക്കെ ഒന്ന് ഭാര്യയായിട്ട് സംസാരിക്കണം എന്ന് വെച്ചാൽ അതിനെല്ലാം സമയം കാണും. സാർ ഒന്നും കൂടി വരുമോ? എന്താ ഏട്ടാ? എന്തായാലും എന്റെ കഥയും അഭിനയൊക്കെ വളരെ ഉഷാറായിട്ട്. അത് അവള് വിശ്വസിച്ചു. ആണോ? സത്യം പറഞ്ഞാൽ എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ എങ്ങനെ ഒപ്പിച്ചതെന്ന്. ഒന്നും പറയണ്ട ഏട്ടാ, നിങ്ങൾ വന്നപ്പം പോലെ എൻ്റെ ഉള്ളിൽ തീയ. ഞാൻ പോകാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലായിരുന്നു? ഓ അതൊക്കെ ഞങ്ങൾ കേട്ടാണ്. എന്നിട്ടെന്താ നിങ്ങൾ പോകാൻ? ഞാൻ അല്ലടാ, അണക്കെങ്ങനെ ഇങ്ങനെയൊക്കെ നുണ പറയാൻ കഴിയുന്നത്? അതൊക്കെ ഒരു പ്രാക്ടീസ് അല്ലേ ഏട്ടാ? അല്ലെങ്കിൽ തന്നെ ഒരു പെണ്ണിനെ വളയ്ക്കണമെങ്കിൽ എന്തെല്ലാം നുണ പറയണമെന്നറിയൂ. അത് പിന്നെ അങ്ങോട്ട് ശീലമായി. പ്രവീട്ടാ, മൂപ്പർക്ക് ഇത് മാത്രമല്ല വേറെയുണ്ട്. ഇത് സ്ഥിരം പരിപാടിയാ. പിന്നല്ലാതെ. തെണ്ടി തരത്തിലുമാടാ തെണ്ടി ഒരാതിര്. ഞങ്ങൾ 4-5 ആളെ പറ്റിച്ച് ഒരുമാതിരി മറ്റേതാക്കാൻ നിൽക്കരുത്, മനസ്സിലായോ? ഇനി പോന്നീ പോന്ന്. ഇല്ല ഏട്ടാ, ഇതൊരു അഡ്വാൻസ് ആയി കൂട്ടിയാൽ മതി. ആ പെണ്ണിന്റെ കട എനിക്കറിയാം. ഇനി അവൾ അച്ഛനെ കണ്ടിട്ട് ബാക്കി കേട്ടോ. വാടാ ദേവി, നടക്ക് പോവാ. പൊന്നു ചേട്ടാ, അവിടെയും കൂടി പോയി നാറ്റിക്കരുത്. ഇതിൽ കൂടുതൽ എങ്ങനെയാ ഞാൻ? വെറുതെ അല്ലടാ നാട്ടിൽ സദാചാരക്കാർ പെറ്റുപെരുക്കുന്നേ. നല്ലൊരു ഭാര്യയും വെച്ച് കണ്ട പെണ്ണുകളോടെ തെണ്ടി നടക്കുന്ന തെണ്ടി. ഏയ് ഒന്നും സംഭവിച്ചില്ല. ഇവനൊരു അടിയുടെ കുറവുണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി മേലെ ഇവൻ ഒരു പെണ്ണിനെ തേടി പോകാൻ പാടില്ല നിന്നെ വിട്ടു.